നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനസ് അമേസിംഗ് വേൾഡ്. ഭയങ്കര മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനിവിടെ സേഫായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ വിനോട്ടൻ്റെ വക പാചകമായിരുന്നേ. എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റാനായിട്ട് വെച്ചു. അത് ഒന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് മഷ്റൂമാണേ ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെ മേടിച്ചിട്ടേ ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പു പറഞ്ഞിട്ടാണ് വിനോട്ടൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പു പറഞ്ഞു കൊടുത്തതാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. അത് വന്ന് നന്നായിട്ട് വഴറ്റാനായിട്ട് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ബട്ടറും കൂടെ ചേർത്തു. ഈ സമയത്ത് ഇത്തിരി ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു വിനോട്ടിനെ. എന്നിട്ട് അവൻ പറഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ്, അച്ഛന് ഒന്ന് ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛന് പറഞ്ഞു കൊടുത്തിട്ട് അച്ഛൻ്റെ പാചകം ഇന്ന് രാവിലെ ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ മേല. അപ്പോൾ അത് മൂടി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് മസാലയായിട്ട് ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1 സ്പൂണ്, എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. എന്നിട്ട് അവസാനം ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറാനായിട്ട് വെച്ചു കേട്ടോ. നന്നായിട്ടൊന്ന് ആ മണം കംപ്ലീറ്റ് പച്ചമണം നന്നായിട്ടൊന്ന് പോകണം കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇപ്പുറത്തെ ചായയൊക്കെ വെച്ചു മാറ്റി. അത് കഴിഞ്ഞ് അച്ഛന് ദോശ ചുടാനായിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അവസാനം ഇത് അത്രയും അത് മൂത്ത് നന്നായിട്ട് ആ സ്മെല്ലെല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതും അധികം ഇതങ്ങ് വഴണ്ടി വരണ്ട, ജസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം മഷ്റൂം അരിഞ്ഞ് വെച്ചതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് വേണം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്കിത് അറിയത്തേ ഇല്ല കേട്ടോ. ഞാൻ ഇതുവരെ മഷ്റൂം ഉണ്ടാക്കിയിട്ടേ ഇല്ല, കഴിച്ചിട്ടും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ മഷ്റൂം കഴിച്ചത് കേട്ടോ. അപ്പൂൻ്റെ നിർബന്ധത്തിന് സത്യമായിട്ട് ചെയ്തതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വിനോദനത് അവിടെ ചെയ്യുന്ന സമയത്തിന് ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. മടക്ക് ദോശയാണ് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം പിന്നെ മടക്ക് ദോശ തന്നെയാണ് ഇന്നും അച്ഛന് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് അച്ഛന് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഈ അച്ഛനിപ്പോൾ 88 വയസ്സുണ്ട്. അപ്പോൾ ഇനിയിപ്പം കൊടുത്തിട്ട് ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ മഷ്റൂം ചിലർക്ക് അലർജി ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തില്ല. പിന്നെ ഇത്രയും ഒന്ന് ആയി കഴിഞ്ഞപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് 5 മുട്ട കേട്ടോ. 5 മുട്ടയിൽ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ചീസ് ഇട്ടിടും. ചീസൊന്നും നിർബന്ധമില്ല, ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ചീസ് ഒരു സ്ലൈസ് ഇരിപ്പുണ്ടായിരുന്നു, അത് മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് തീരെ കുറച്ച് കേട്ടോ സിമ്മേലിട്ടാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിടണം. അപ്പം എന്താ വഴി, മറ്റേത് അങ്ങനെ തിരിച്ചിട്ടാൽ പറ്റത്തില്ലല്ലോ, പൊട്ടിപ്പോകുമെന്ന് എനിക്കറിയാം. അപ്പം ഇങ്ങനെ മറ്റേ പാൻ വെച്ചിട്ട് ഞാൻ കമത്തിയിട്ടിട്ടാ. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടി. അപ്പോൾ ചെറിയ തീയിൽ ഒരു കുറച്ച് നേരവും കൂടെ ഒന്ന് വെച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ ആ പാനിൽ തന്നെ അതിൽ ബട്ടർ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ അതിൽ ബ്രെഡും കൂടെ വെച്ചൊന്ന് അതിനകത്ത് വെച്ചൊന്ന് മുരിച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് ഒരു പീസ് അത് ഞാൻ കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കാൻ വിട്ടുപോയി. അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ആ ചൂടോടെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെ അപ്പൂൻ്റെ റെസിപ്പിയാണിത്. അവൻ യൂട്യൂബ് നോക്കി എന്തോ ആയിരിക്കും പഠിച്ചത് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നഴ്സറിയിലോട്ട് പോയി. ഇന്ന് അവിടെ കുറച്ച് ജോലികളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ പോയിട്ടാ. അപ്പോൾ ഇനി കുറച്ച് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കാണാം. അവിടെ പുതിയ പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു ഇന്നത്തെ എൻ്റെ ജോലി. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് വെച്ചു. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ചെടികൾ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി. ഞാനിതിൽ വാട്സപ്പ് നമ്പർ തരാം. ആ നമ്പറിലോട്ട് വേണ്ട ചെടിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാലും മതി. ഞങ്ങളുടെ ഒരു ഏരിയയിൽ അടുത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്ത് തരാം. അതല്ലെങ്കിൽ അയച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്യാം നമുക്ക്.
പിന്നെ ആ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. നമ്പർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏത് ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചത്. അത്യാവശ്യം ചെടികളെല്ലാം വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെയൊക്കെ വരാനുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിനകത്ത് ഡീറ്റെയിൽസൊക്കെ വിശദമായിട്ട് പറയാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെടികളൊക്കെ എടുത്തുകൊണ്ട് വന്നു. എനിക്കിനി അടുത്ത വീട്ടിലേക്കുള്ള പണികളാണിതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു.
അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.